അധികം വൈകാതെ തന്നെ എനിക്ക് തോന്നുന്നു 8:45 9 മണിയോടുകൂടി തന്നെ EVM വോട്ടെണ്ണൽ ആരംഭിക്കുന്നതോടുകൂടി തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുന്നതോടെ ആദ്യ ലീഡുകൾ വേഗത്തിൽ കുറെ കൂടി ശക്തമായി വന്നു. മൊഗാമ മണ്ഡലത്തിൽ JDU ലീഡ് ചെയ്യുന്നു വാർത്ത വരുന്നു. മൊഗാമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവിടെയാണ് ഈ ജൻസൂരജ് പാർട്ടിയുടെ നേതാവിനെ ഈ പ്രചരണത്തിനിടയ്ക്ക് വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവം നടന്നത്. അവിടെ കൂടിയായിരുന്നു. അവിടെ JDU ലീഡ് ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. ആ ഭാഗത്ത് നിന്ന് പൊതുവിൽ നോക്കിയാൽ പോസ്റ്റൽ ബാലറ്റിൽ NDAക്ക് ഒരു നല്ല വ്യക്തമായ മുൻതൂക്കം കാണുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പോസ്റ്റൽ വോട്ടിൻ്റെ ഒരു പൊതുവായ വിലയിരുത്തൽ നടത്തിയാൽ അത് വ്യക്തമായി സ്ക്രീനിൽ നിന്ന് പ്രേക്ഷകർക്ക് അത് കാണാൻ കഴിയും. 63-34 എന്ന നിലയിൽ അത് നിൽക്കുകയാണ്. EVM വോട്ടുകൾ എണ്ണുമ്പോൾ ഇതേ നിലയിൽ തന്നെ NDAക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ആ നിലയിലുള്ളൊരു വ്യക്തമായ സൂചന ആദ്യം തന്നെ വന്നതാണോ, അതോ മഹാഗഡ്ബന്ധന് വോട്ടെണ്ണലിൻ്റെ ഓരോ ഘട്ടത്തിലും ശക്തമായ മത്സരത്തിൻ്റെ ഒരു സൂചനയാണെങ്കിൽ ലീഡ് നില മാറിമറിയാം? അത് എങ്ങനെ എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കാൻ മാത്രം കഴിയുന്ന കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരു പ്രവചനം എന്നുള്ളത് പ്രസക്തമേ അല്ല, സാധ്യവുമല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാര്യം. അങ്ങനെ പോവുകയാണ്. ആദ്യ ലീഡ് പോസ്റ്റൽ വോട്ടുകൾ അത് NDAക്കാണ് കിട്ടിയിട്ടുള്ളത്. അതിങ്ങനെ 64-ൽ നിൽക്കുന്നു. ഇതായിപ്പുറത്ത് മഹാസഖ്യം 35-ൽ നിൽക്കുകയാണ്. ഓർക്കുക, തേജസ്വി യാദവ് എന്ന മഹാഗഡ്ബന്ധൻ്റെ നേതാവ് ലീഡ് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട മുമ്പ് തന്നെ നമ്മൾ സൂചിപ്പിച്ച വിവരമാണ്. അത് അങ്ങനെ തന്നെ ടൗണിൽ BJP ലീഡ് ചെയ്യുന്നു. പ്രേംകുമാർ എന്ന സ്ഥാനാർത്ഥി എന്നുള്ളത് കൂടി വന്നിരിക്കുന്നു. നേരത്തെ ഇരട്ടിയായിരുന്നു, പക്ഷേ അതിപ്പോൾ കുറയ്ക്കാൻ 38ലേക്ക് ഉയർന്നിരിക്കുന്നു ഈ ഘട്ടത്തിൽ. അപ്പോൾ അവരും ഒപ്പത്തിനൊപ്പം പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചേർത്ത് അതിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല, താഴോട്ട് പോയിട്ടില്ല. ആ രണ്ടുപേരുടെയും ലീഡ് നിലനിർത്തുന്നതിൽ സംഭവിക്കുന്ന ആ ഒരു വിടവുണ്ടല്ലോ, ആ വിടവ് അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതിനെ കുറയ്ക്കാൻ പേസ് കറക്റ്റാണ്, പക്ഷേ ആ വിടവ് നികത്താൻ മഹാഗഡ്ബന്ധന് അത്രയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വ്യത്യാസം അതിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അധികം വൈകാതെ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്നതുകൂടിയുണ്ട്. അങ്ങനെ വിവരങ്ങൾ ഓരോന്നായി വരുന്ന ഒരു സമയമാണ്. പോരാട്ടം, ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചിത്രം, അത് ആരാണ് ബീഹാറിനെ ഭരിക്കുക എന്നത് അത് ബീഹാറിൻ്റെ മാത്രം ഒരു രാഷ്ട്രീയമല്ല, അതിനപ്പുറം രാജ്യമാകെ ഉറ്റുനോക്കുന്നതാണ് എന്നതുകൂടിയുണ്ട്. രാജ്യം ഭരിക്കുന്ന NDA സംബന്ധിച്ചും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മോദി സർക്കാർ ഇപ്പോൾ നിലനിൽക്കുന്നതിൽ നിതീഷ് കുമാറിൻ്റെ പിന്തുണ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും പിന്തുണ എന്നുള്ളത് ആ സർക്കാരിൻ്റെ ഭരണത്തിന് മുന്നോട്ട് പോകുന്നതിന് വളരെ നിർണായകവും വളരെ ആവശ്യവുമാണ്. അപ്പോൾ നിതീഷ് കുമാറിന് ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് എന്നതുകൂടിയുണ്ട് JDUവിനെ സംബന്ധിച്ചും. അപ്പോൾ ഏത് നിലയ്ക്കാണ് ബീഹാർ ചിന്തിക്കുന്നത് എന്നതറിയാം. 68-41 ഇതാണ് ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകളിൽ നിന്ന് വരുന്ന ഒരു പൊതു കണക്കും വിവരവും. 43ലേക്ക് 41-43ലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 68 അതാണ് BJPയുടെ ലീഡ്, NDA മുന്നണിയുടെ ലീഡ് സംബന്ധിച്ച്. മഹാസഖ്യം 43 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. മറ്റ് അതേഴ്സ് 2, അത് JSP തന്നെയാണ്. അവർക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഏതായാലും 2 സീറ്റ് എന്നത് ഈ സമയത്ത് പ്രധാനപ്പെട്ട തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ഒരുപക്ഷെ ഈ നഗര കേന്ദ്രീകൃതമായ വോട്ടേഴ്സിൽ സ്വാധീനം ചെലുത്താൻ ജനസൂരജ് പാർട്ടിക്ക് പോസ്റ്റൽ വോട്ടുകളിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ടതാണ്. ലീഡ് കൂടുന്നുണ്ട്. 44-68 എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. NDA 68, മഹാഗഡ്ബന്ധൻ 44. അതേഴ്സിൽ മാറ്റമില്ല, അത് 2-ൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ പേസിൽ മാറ്റമില്ല. 2 മുന്നണികളും ഒരേ പേസിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ട്രെൻഡ് നമുക്കറിയണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി കഴിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം വോട്ടിംഗ് മെഷീൻ തുറക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീൻ തുറന്നുള്ള വോട്ടെണ്ണൽ ആരംഭിക്കുന്നതേ ഉള്ളൂ. ഒരു അല്പസമയത്തിനകം തന്നെ നമുക്ക് അതിൻ്റെ ഒരു ലീഡ് വിവരങ്ങളിലേക്ക് പോകാൻ കഴിയും. പോസ്റ്റൽ വോട്ടുകളിൽ ഇപ്പോൾ NDA 68, മഹാഗഡ്ബന്ധൻ 44, അതേഴ്സ് 2 എന്ന നിലയിൽ ഒരേ പേസിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതിനിടയിൽ ഈ പറയുന്നത് പോലെ ചിലയിടങ്ങളിൽ നിന്നുള്ള ഇപ്പോൾ സാമ്രാട്ട് ചൗധരി, അവരുടെ ഉപമുഖ്യമന്ത്രിയാണ് സാമ്രാട്ട് ചൗധരി, താരാപൂരിൽ ലീഡ് ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. അതുപോലെ തേജസ്വി ലീഡ് ചെയ്യുകയാണ്. മിതാലി താക്കൂറും ലീഡ് ചെയ്യുന്നു എന്ന വിവരം വന്നുകൊണ്ടിരിക്കുന്നു. വലിയ ഗായികയായിരുന്നു അവർ, പിന്നീട് NDA BJPയുടെ ഭാഗമായി ചേർന്ന് മത്സരിച്ചതാണ്. മഹുവയിൽ തേജ് പ്രതാപ് പിന്നിലാണ് എന്നുള്ളത് കൂടിയുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുടുംബത്തിൽ നിന്നുള്ള വാർത്തയാണ്. തെറ്റിപ്പിരിഞ്ഞു പോയി, പിന്നീട് നമുക്കറിയാവുന്നതാണ്, വലിയ ചർച്ചയായതാണ്. അപ്പോൾ ആ രീതിയിൽ തേജ് പ്രതാപിന് കാര്യമായി മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ആദ്യഘട്ടത്തിൽ. പക്ഷേ ഇതൊക്കെ അല്പസമയത്തിനകം തന്നെ മാറി മറിയുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ടത്. NDA ലീഡ് ഉയർത്തുന്നു. 71, മഹാഗഡ്ബന്ധൻ 44 നിൽക്കുന്നു. ഇപ്പോൾ NDA
NDA പേസ് കൂട്ടുന്നുണ്ട്. അതെ. NDA നല്ല സ്പീഡിൽ പന്തറിയുകയാണ്, കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. അതെ. വളരെ മെല്ലെയാണ് ഇപ്പോഴത്തെ മഹാസഖ്യത്തിന്റെ മഹാഗഡ്ബന്ധന്റെ ഒരു ലീഡ് ഉയരുന്നത്, വളരെ പതുക്കെയാണ് എന്നതുകൂടി. ഒരു സ്ഥലത്ത് സ്പിൻ ബൗളിംഗ് ആണെങ്കിൽ മറുഭാഗത്ത് പേസ് ബൗളിംഗ് ആണ്. നല്ല പേസ് ബൗളിംഗ് ആണ്, നല്ല പേസ് ഉണ്ട്. അതെ. NDA സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. 71-44 പോസ്റ്റൽ വോട്ടുകളാണ് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ലീഡ് നിലയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 71-44 എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ മിഥാലി താക്കൂർ ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരം, തേജസ്വി യാദവ് ലീഡ് ചെയ്യുന്നു എന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ തേജ് പ്രതാപ് പിന്നിലാണ് എന്ന വിവരം കണ്ടു. ഉപമുഖ്യമന്ത്രി ലീഡ് ചെയ്യുന്നു, ഇപ്പോഴത്തെ NDA സർക്കാരിൻ്റെ ഉപമുഖ്യമന്ത്രി സമ്രാട് ചൗധരി ലീഡ് ചെയ്യുന്നു.